പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് അനുവദിച്ചു നൽകിയ ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഈ സുവിശേഷ യോഗത്തിന് പ്രഥമ രാത്രിയിൽ അധ്യക്ഷത വഹിച്ച് യോഗം ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ കഴക്കൂട്ടം പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന പാസ്റ്റർ അലക്സ് അവറുകൾ, ഇന്ന് രാത്രിയിൽ ഈ യോഗത്തെ പ്രാർത്ഥിച്ച് ദൈവമുൻപാകെ സമർപ്പിച്ച ഞാനേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ കർത്തൃദാസൻ കുര്യൻ സാമുവേൽ അവറുകൾ, അസംബ്ലീസ് ഓഫ് ഗോഡ് മേനംകുളം സഭയുടെ ശുശ്രൂഷകനും എൻ്റെ സ്നേഹിതനുമായിരിക്കുന്ന പാസ്റ്റർ സെൽവദാസ് അവറുകൾ, അധ്യക്ഷൻ ഓർപ്പിച്ചതുപോലെ ചില വർഷങ്ങളായി ദൈവം കൊടുത്ത വിശേഷമാകുന്ന നിയോഗമനുസരിച്ച് ഈ പ്രദേശത്ത് കർത്താവിൽ അധ്യധ്വാനം ചെയ്യുന്ന പ്രിയ കർത്തൃദാസനെയും കുടുംബത്തെയും ഞാൻ സ്നേഹത്തോടെ ഈ മീറ്റിംഗിൽ അഭിവാദനം ചെയ്യുന്നു. ദൈവം കർത്തൃദാസനെ ഉപയോഗിക്കുന്ന എല്ലാ വിധങ്ങൾക്കായും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വിശേഷിച്ച് ഇന്ന് രാത്രിയിൽ ഈ വേദിയിലുള്ള അനുഗ്രഹീതനായ കർത്തൃദാസന്മാർ, പാസ്റ്റർ ലിവിങ്സ്റ്റൺ അവറുകൾ പുതുക്കുറിശ്ശേരി സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. ദീർഘവർഷങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധ ഇടങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം അവസരത്തെ നൽകി. പ്രിയ ബഹുമാന്യ ദൈവദാസനെ ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ അലക്സ് മാത്യു നമ്മോടൊപ്പമുണ്ട്. പ്രിയ കർത്താവിന്റെ ദാസനെയും ഞാൻ വന്ദനം ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് കഴക്കൂട്ടം സെക്ഷന്റെ ചുമതല വഹിക്കുന്നവരിൽ ഒരു കർത്തൃദാസൻ കൂടിയാണ് പാസ്റ്റർ ഷിബു ജെ മാത്യു. പ്രിയ കർത്തൃദാസനെയും ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ വേദിയിലുള്ള മറ്റ് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, നേരത്തെ നമ്മെ പ്രാർത്ഥനയിൽ സഹായിച്ച കർത്തൃദാസന്മാർ, അനുഗ്രഹീതരായ പാട്ടുകാരുടെ ഒരു നല്ല സംഘം നമ്മോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ വേലയിൽ വളരെ അധ്യധ്വാനം ചെയ്യുകയും സത്യത്തിൽ എൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒത്തിരി ഉപദേശങ്ങൾ നൽകുകയും ചെയ്ത ഒരാളാണ് പാസ്റ്റർ റോബിൻസൺ അവറുകൾ. തൻ്റെ 2 മക്കൾ ഇന്ന് ഈ വേദിയിലുള്ളതിൽ ഞാൻ വിശേഷാൽ സന്തോഷിക്കുന്നു. പ്രിയ കർത്തൃദാസന്മാരെ ഞാൻ വന്ദനം ചെയ്യുന്നു. പാട്ടുപാടാനായി നമ്മോടൊപ്പമുള്ള പ്രിയ സഹോദരിയെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായ നിലയിൽ ഈ ഉച്ചഭാഷണിയുടെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കും ഞാൻ വിശേഷമായ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഈ വേദിയിലും സദസ്സിലുമൊക്കെയായി പല ദൈവദാസന്മാരുമുണ്ട്, ഒത്തിരി ദൈവമക്കളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. വിവിധ ഇടങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് നിങ്ങൾ യോഗത്തിൽ വന്നതിലുള്ള വിശേഷമാകുന്ന വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ പങ്കുവയ്ക്കുന്നു. ബഹുമാന്യരായ നാട്ടുകാർ ഒത്തിരി പേര് പലയിടങ്ങളിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ചില മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ സ്നേഹത്തോടെ ഈ മീറ്റിംഗിൽ വീണ്ടും ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ആധികാരികമായുള്ള ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ തുറന്ന് ഹല്ലേലൂയ സമർപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യവും എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യവും, 2 വാക്യങ്ങൾ ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന്റെ പ്രാരംഭ ചിന്തകൾക്കായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യവും എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യവും. പുരുഷനു മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പല പ്രാവശ്യം ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി, വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടൊക്കെ നാം പ്രാർത്ഥിച്ചവരാണ്. പല കർത്തൃദാസന്മാരും ഈ വേദിയിലേക്ക് വന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു എന്നിരിക്കലും ഒരു നിമിഷം കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആഴമായി സംസാരിക്കേണ്ടതിന്, ദേശത്തോട് ഇടപെടേണ്ടതിന് എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയം ഏകാഗ്രമാക്കി
പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ സ്വർഗം ചാഞ്ഞിറങ്ങുകയാൽ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. ഓ മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദമെന്ന വചനത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുമ്പോൾ കാദേശ് മരുവിനെ നടുക്കുന്ന പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ദൈവശബ്ദമാണ് ദൈവത്തിന്റെ വചനമെന്ന് ഞങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യത്താൽ അവിടുത്തെ ശബ്ദം ഞങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കണമേ. അടിയൻ അങ്ങയുടേത്, ഈ ജനം അങ്ങയുടേത്. വിശുദ്ധ തിരുവെഴുത്തുകൾ അവിടുത്തെ വിലപ്പെട്ട ആത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന നിത്യതയുടെ ദർശനത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ദൈവവചനത്തിന്റെ ദൂതുകൾ ഇന്ന് രാത്രിയിൽ ആഴമായ നിലയിൽ ഇതിനകത്ത് വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശബ്ദബീജികളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരട്ടെ. കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്ങ് ഞങ്ങളെ മുദ്രയിടുകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ വിശേഷമാകുന്ന സാന്നിധ്യത്തിന്റെ മറവ് ഇന്ന് രാത്രി അന്തരീക്ഷത്തിൽ വ്യാപിക്കപ്പെടുകയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇരുളിന്റെ ശക്തികൾ യേശു ക്രിസ്തു എന്ന വെളിച്ചത്തിനാൽ ഇന്ന് രാത്രിയിൽ അകന്നു മാറട്ടെ. ചിലരുടെ ഉള്ളിലേക്ക് ദൈവിക ജീവന്റെ ചൈതന്യം ആഴത്തിൽ പരിവർത്തനം ചെയ്യപ്പെടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടവരുത്താൻ പോകുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ലേ ആത്മാവിന്റെ പുതുക്കത്തിൽ ഞങ്ങളോട് ഇടപെടുന്ന ദൈവശബ്ദത്തിന്റെ ആധികാരികമാകുന്ന ഇടപെടലിൽ ആമേൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. മുഴുവൻ നിയന്ത്രണവും അവിടുന്ന് ഏറ്റെടുക്കണമേ. അങ്ങ് അനുവദിച്ചിട്ടുള്ള സകല ആളുകളും ഇന്ന് രാത്രി ഇതിനകത്തേക്ക് വന്നതിനായി സ്തോത്രം. കർത്താവിന്റെ കരം ഈ രാത്രിയിൽ സകല വ്യക്തികൾക്കായി ചലിച്ചുകൊണ്ടിരിക്കണമേ. എല്ലാ മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ ആ രണ്ടു കരങ്ങളും ചേർത്തടിച്ച് രാജാതി രാജാവും കർത്താതി കർത്താവുമായി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. സകല പുകഴ്ചയ്ക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും ആരാധനയ്ക്കും യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ്. അവനൊപ്പം പറയാൻ ഈ ഉലകത്തിൽ ആരുമില്ല. അവനെ പോലെ ആരാധ്യൻ വേറെ ആരെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇന്ന് രാത്രിയിലും സന്തോഷത്തോടെ ഈ മേനംകുളം കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ നമുക്ക് ഈ ഗ്രൗണ്ടിലേക്ക് വരാൻ ദൈവം അവസരത്തെ നൽകി. വളരെ വിശാലമായ നിലയിലാണ് ഈ യോഗത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. വിശാലമാകുന്ന സ്റ്റേജും അതിൻ്റെതായ സംവിധാനങ്ങളും അനുഗ്രഹീതരായ ഗായക സംഘവും നല്ല ഒന്നാം തരം ശബ്ദ സംവിധാനങ്ങളും മനോഹരമാകുന്ന കസേരകളും വിരിപ്പുകളും ഒക്കെ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മെയിൻ വീഥിയുടെ സൈഡിലായി ഇപ്രകാരം ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു ദിവസം കൂടെ സർവശക്തനായ ദൈവം നീട്ടി തന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രി നമുക്കിതിനകത്തേക്ക് വരാൻ കഴിഞ്ഞത്. ആമേൻ. കഴിഞ്ഞ പ്രഭാതത്തിൽ നടന്നു വീട്ടിൽ നിന്നിറങ്ങിയ ഒത്തിരി ആളുകൾക്ക് ആമേൻ നടന്ന് തിരികെ കയറാൻ കഴിയാതെ പോയൊരു ഗതികേടിന്റെ വാർത്തകൾ പലതും നാം കേൾക്കുന്നുണ്ട്. ഒത്തിരി ആളുകൾ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഒത്തിരി ആളുകൾ, ഖേദത്തോടെ ഞാൻ പറയുന്നു, മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കുകയാ. എടുത്തുവെച്ച കാല് തളർന്നുപോയ എത്രയോ ആളുകൾ, പൊട്ടുന്നനവേ ശരീരത്തിൽ ബലഹീനതകൾ ബാധിച്ച് ജീവശവം പോലെ താഴേക്ക് പതിച്ച എന്തുമാത്രം ആളുകൾ. നമുക്ക് ഈ മർത്യായുസിൽ ഒരു ദിവസം കൂടെ സർവശക്തനായ ദൈവം അനുവദിച്ചു നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു സുവിശേഷ പ്രഭാഷകൻ എന്ന നിലയിൽ എനിക്കും സന്തോഷമുണ്ട്. എന്റെ ആയുസിൽ ഒരു ദിവസം കൂടെ മഹാരാജാവിനെ കുറിച്ചുള്ള, മഹാരാജാവിന്റെ നഗരത്തെ കുറിച്ചുള്ള വ്യക്തമാകുന്ന കാഴ്ചപ്പാട് ജനത്തിന് വിളംബരം ചെയ്യാൻ ദൈവം എന്റെ ആയുസിൽ അനുവദിച്ചു നൽകിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല അടുത്ത ദിവസം ഇതുപോലൊരു യോഗത്തിൽ പ്രസംഗിക്കാൻ കഴിയുമോ എന്നുള്ളത്. അടുത്തൊരു സാഹചര്യത്തിൽ ജീവിതം നയിക്കാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടിയില്ല. എനിക്കെന്ന് മാത്രമല്ല, ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന സകല ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത നിമിഷത്തെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയും ഇല്ല എന്ന് വളരെ നന്നായി നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇന്ന് രാത്രിയിൽ ആമുഖമായി നാം വായിച്ചു കേൾക്കപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തുകൾ വളരെ അർത്ഥവ്യാപ്തി ഉള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.
ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ വല്ലാതെ മതിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ചോദ്യം നാം ഇങ്ങനെ വായിച്ചു കേട്ടു: പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ആ ചോദ്യത്തിന്റെ മറുപടി വിശുദ്ധ ബൈബിളിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും നാം വായിച്ചു കേട്ടു. ആ മറുപടി ഇങ്ങനെയാ: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. വിശുദ്ധ ബൈബിളിലെ എന്ന് മാത്രമല്ല, ലോകത്തിൽ ഒട്ടനവധി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന്റെ കാതലായ മറുപടിയുമാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ 2 വാക്യശകലങ്ങളിലൂടെ നമുക്ക് കേൾപ്പാനിടയായി തീർന്നത്. മരണം എന്ന വാക്ക് പരിചയമില്ലാത്തവരായി ആരുമുണ്ടായിരിക്കില്ല. എല്ലാവർക്കും മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭീതിയാണ്, ഞെട്ടലോടുകൂടെയാണ് ആ വാക്ക് കേൾക്കുന്നത് തന്നെ. പൊട്ടുന്നനവേ ആളുകൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തുമാത്രം സംഭവങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. കോവിഡിന്റെ അലകൾ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം. കോവിഡിന്റെ അനന്തര ഫലം പല വിധത്തിലും പ്രത്യാഘാതങ്ങളായി മാനവകുലത്തിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഴഞ്ഞു വീണ് പ്രാണൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകൾ, യൗവനക്കാരായ ആളുകൾ വളരെ താല്പര്യത്തോടെ സന്തോഷത്തോടുകൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. വിവിധ രാജ്യങ്ങളിൽ പോയി ഉപജീവന മാർഗങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിഘ്നം വരുത്തിക്കൊണ്ട് മരണം എന്ന വില്ലൻ ഭയങ്കരമായി ശിരസുയർത്തി ആളുകളെ വല്ലാതെ മതിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമാകുന്ന ചിത്രം ഇന്നിന്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി നമുക്കാർക്കും ഇത് നിഷേധിക്കാൻ കഴിയില്ല. മരണം നിശ്ചയമാണെന്നും സമയം അത് എപ്പോഴാണ് എന്നുള്ളതും നമുക്കാർക്കും ഗ്യാരണ്ടിയോടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതു വിധത്തിൽ നമ്മൾ ചിന്തിച്ചാലും സകല മനുഷ്യർക്കും ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയുന്ന കാര്യം മരണം നിശ്ചയമാണ്. പിഞ്ചിലും പൂവിലും മനുഷ്യൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നല്ല ആരോഗ്യത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോഴും വാർദ്ധക്യത്തിന്റെ നരാചരകൾ ബാധിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും മനുഷ്യൻ മരണത്തിലൂടെ വേഗത്തിൽ മുൻപിലേക്ക് പോകുന്നു. മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാ. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന്റെ വാക്കൊന്ന് വിചിന്തനം ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ചില ഡിക്ഷണറികളിൽ നിന്നും മറ്റുമൊക്കെ പരിശോധിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ചില അർത്ഥവ്യാപ്തികളുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഇഹലോകത്തിൽ നിന്നുള്ള നമ്മുടെ കടന്നുപോക്കാണ് മരണമെന്ന് പറഞ്ഞാൽ. മരണം എന്ന ആ വാക്കിന് ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയിലും കൊടുത്തിരിക്കുന്ന 2 വാക്കുകൾ, ഗ്രീക്കിൽ തനറ്റോസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിൽ എബ്രായ ഭാഷയിൽ മാവോത്ത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം പ്രാണൻ ഉപേക്ഷിച്ച് കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചിന്താഗതി അനുസരിച്ച്, ഭാരതീയമായ ചിന്താഗതി അനുസരിച്ച് മരണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ, മനുഷ്യന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെയുള്ള ത്രിവിധ ഘടകങ്ങൾ, ഈ ഘടകങ്ങളൊക്കെ പഞ്ചഭൂതങ്ങളിലേക്ക് അലിഞ്ഞു ചേരുന്നു എന്നാണ് ഭാരതീയമാകുന്ന ചിന്താഗതി അനുസരിച്ച് മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭൂമിയിലേക്കും വായുവിലേക്കും ജലത്തിലേക്കും അഗ്നിയിലേക്കും ആകാശത്തിലേക്കുമെല്ലാം മനുഷ്യൻ അലിഞ്ഞു ചേരുന്ന അവസ്ഥ എന്നാണ് ഭാരതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മതവിഭാഗം പഠിപ്പിക്കുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ലോകത്തിലെ പ്രസിദ്ധമായ മതങ്ങളും തത്വസംഹിതകളുമൊക്കെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായുള്ള ആശയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ പ്രധാനപ്പെട്ട 3 ചിന്താഗതികളാണ് നമുക്ക് ലോകത്തിൽ നിന്ന് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് ആയിട്ട് പ്രധാനമായും കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ എല്ലായ്പ്പോഴും ഉത്കണ്ഠയുടെ ഉമിത്തിയിലിട്ട് നീറ്റുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ മരിക്കും,
മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജീവിക്കുമോ? ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ എവിടേക്കാണ് ഇനിയും പോകുന്നത്? ഈ ചോദ്യങ്ങൾ മനുഷ്യനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം. ചില ആളുകൾ അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി മരണത്തിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് ആരും അറിയുന്നില്ല, അതിലൊന്നും വലിയ കാര്യമില്ല, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേ വേണ്ട. ചിലപ്പോഴൊക്കെ ഞാൻ അക്കൂട്ടരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അവര് തന്നെ മരിക്കും എന്നുള്ള ചിന്ത പോലും ഇല്ലാതെയാണ് ഈ ഭൂമിയിൽ അവരുടെ പെടാപ്പാടും പ്രവർത്തനങ്ങളും ഒക്കെ എന്ന് നമുക്ക് കാണാൻ പറ്റും. ചില പിള്ളേർ ബൈക്കിൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്ന കണ്ടിട്ടില്ലേ? അവനെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കട്ടെ, മക്കളെ നീ എങ്ങോട്ടാ പോകുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എങ്ങോട്ടാ പോകുന്നതെന്നും പിടിയില്ല, ഇതാ പോവുകയാണ്. ഏതെല്ലാം വിധത്തില് അവന്റെ ബൈക്ക് റേസ് ചെയ്യാൻ പറ്റുമോ ആ നിലയിലെല്ലാം അവൻ പ്രവർത്തിക്കും. കാരണം അവൻ ഈ ലോകത്തെ സംബന്ധിച്ചുള്ള ഏതോ ഒരു മാസ്മരികമാകുന്ന ശക്തിയിൽ പിടിപെട്ട് എന്തോ ഒരു അനുഭൂതിയിൽ ജീവിക്കുന്ന പോലെയാണ് ഒത്തിരി ആളുകൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അവർക്ക് മരണത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും, അത് കേവലം അബദ്ധജടിലമാകുന്ന ഒരാശയമാണ്, അതിലൊന്നും ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. ഇന്നിന്റെ യുവത്വങ്ങൾ ഒട്ടനവധി ആളുകൾ ആ നിലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാ. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവരുടെ ആശയം എന്താണെന്നറിയാമോ? മരണത്തിനപ്പുറം ഒരു പുനർജന്മമുണ്ട്. ജനമൃതികളുടെ അനന്തമായ ആവർത്തനം, അതാണ് മരണാനന്തര ജീവിതമെന്ന് അവർ ചിന്തിക്കുന്നു. ജനമൃതികളുടെ ജനനത്തിന്റെയും മരണത്തിന്റെയും അനന്തമായ ആവർത്തനങ്ങൾ, ജീവജാലങ്ങളുടെ വ്യത്യസ്ത ഭാഗങ്ങളായി അല്ലെങ്കിൽ വ്യത്യസ്ത ജീവജാലങ്ങളായി മനുഷ്യനും ജീവജാലങ്ങളുമെല്ലാം ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ച് പുനർജന്മമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കും. ഇതാണ് ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നത്. ഇതിനെ പുനർജന്മ സിദ്ധാന്തം എന്ന നിലയിലുള്ള പഠിപ്പിക്കലുകളും അങ്ങനെയുള്ള വിശ്വാസത്തെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമതൊരു വിശ്വാസമുണ്ട്. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ ആശയമാണത്. വിശുദ്ധ ബൈബിൾ മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിശ്വാസം പുനരുത്ഥാന വിശ്വാസം എന്നുള്ളതാണ്. പുനരുത്ഥാന വിശ്വാസം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയയാള് വീണ്ടും ജീവിച്ച് എഴുന്നേൽക്കും എന്നോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്നാണ് വിശുദ്ധ ബൈബിൾ അതേക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രിയിൽ മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നോ ലോകത്തിലെ മറ്റു പഠിപ്പിക്കലുകളിൽ നിന്നോ അല്പസ്വല്പ കാര്യങ്ങളൊക്കെ പറയുവാൻ കഴിയുമെങ്കിലും ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഈ രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആത്മീക ദൂത്, മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക അരുളപ്പാട് വിശുദ്ധ തിരുവെഴുത്തിനെ കേന്ദ്രീകരിച്ച, അതിനെ ഞാൻ പറഞ്ഞല്ലോ പുനരുത്ഥാന വിശ്വാസം എന്നാണ് വിശുദ്ധ ബൈബിളിൽ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ആ ബൈബിളിലെ പുനരുത്ഥാന വിശ്വാസത്തെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് എങ്ങനെ മരണം ലോകത്തിൽ വന്നു എന്നുള്ളത് നാം അറിയണം. എങ്ങനെ മരണം ലോകത്തിൽ വന്നു? ബൈബിൾ എന്താണ് അതേക്കുറിച്ച് പഠിപ്പിക്കുന്നത്? വിശുദ്ധ ബൈബിളിൽ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. മനുഷ്യന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ആദാമ്യ കുലത്തിൽ നിന്നും ഭൂലോകത്തിൽ സകല ജാതികളും സകല മനുഷ്യരും ഉത്ഭവിക്കപ്പെട്ടു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ആദാം പാപം ചെയ്തു, ആദിമ മനുഷ്യർ പാപികളായി തീർന്നു. ജന്മപാപവും കർമ്മപാപവുമെല്ലാം മനുഷ്യ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നു. മനുഷ്യൻ മനസ്സ വാച കർമ്മണ വിവിധ നിലകളിൽ
പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പാപമില്ലാതെ ഒരു നരനും ഈ ഭൂലോകത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. എന്താണ് പാപം എന്ന് പറഞ്ഞാൽ? പാപം എന്നുള്ളതിന്റെ വളരെ ലളിതമായ അർത്ഥം തെറ്റിപ്പോകുക, ലക്ഷ്യം തെറ്റിപ്പോകുക. ദൈവം നമ്മുടെ മനസാക്ഷിയിൽ വെച്ച, ഈ പ്രകൃതിയുടെ നിയമത്തിലൂടെ വെച്ച, ദൈവത്തിന്റെ വിശുദ്ധ നിയമമായ തിരുവെഴുത്തുകളിലൂടെ വെച്ച നിയമവ്യവസ്ഥിതികളെ ഒരുവൻ തെറ്റിക്കുമ്പോൾ ആ നിയമലംഘനത്തിനു പറയുന്ന പേരാണ് പാപം എന്നുള്ളത്. ഹോശയ്യ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആദാം എന്ന പോലെ നീ നിയമം ലംഘിച്ചു. നിയമലംഘനമത്രേ പാപം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെക്കുമ്പോൾ വിശുദ്ധമായ നിലയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ഇന്നും മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശുദ്ധ ജീവിതമാണ്. ദൈവത്തെ ആരാധിക്കാനും ദൈവീകമാകുന്ന ആത്മീക തലങ്ങളിൽ ജീവിക്കാനും ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ രാജ്യത്തിന്റെ സന്തോഷത്തിന്റെ തലത്തിലേക്ക് മനുഷ്യൻ പ്രവേശിപ്പാനും ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പാപം എന്ന കാട്ടും പ്രശ്നം കൊല്ലുന്ന വില്ലനായി ലോകത്തിലേക്ക് കയറി വന്നു. അങ്ങനെ മരണം സകല മനുഷ്യരിലും പാപം നിമിത്തം വ്യാപിക്കപ്പെട്ടു. പാപം ഇല്ലെങ്കിൽ മാത്രമേ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അങ്ങനെയെങ്കിൽ സകല മനുഷ്യരിലും മരണം വാഴുന്നു, മരണം വരുന്നു. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. എങ്ങനെ നമുക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും? മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും. അതെങ്ങനെ? മരണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് മരണത്തെ കുറിച്ച് ഞാൻ ബൈബിളിൽ കണ്ടത്. 1 ശാരീരികമായ മരണം, 2 ആത്മീകമായ മരണം, 3 നിത്യമായ മരണം. ശാരീരികമായ മരണം നമുക്കറിയാം. ശരീരത്തിൽ മരണം സംഭവിക്കുമ്പോൾ നമ്മുടെ സകല പരിപാടികളും അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പ്രസംഗം അവസാനിക്കുന്നു, പാട്ട് അവസാനിക്കുന്നു, നമ്മുടെ അധ്വാനം അവസാനിക്കുന്നു. അവിടെ ഭൗതികമായുള്ള സകല പരിപാടികളും ദൈവം ലോക്ക് ചെയ്യുക. ദൈവം ഈ ഭൂമിയിലെ നമ്മുടെ പരിപാടികളെ ലോക്ക് ചെയ്യുന്ന സംവിധാനമാണ് മരണം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് രാത്രി ഞാൻ ഈ കാര്യം പറയുമ്പോ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുൻപ് എനിക്ക് വളരെ വേദന തോന്നിയ, ഞാൻ ഒത്തിരി കണ്ണീരൊഴിക്കേണ്ടി വന്ന ഒരു മരണം ഞങ്ങളുടെ ചർച്ചിൽ സംഭവിച്ചു. ചില ആഴ്ചകൾക്ക് മുൻപ് ചില മാസങ്ങൾക്ക് മുൻപ് വിദേശ രാജ്യത്തേക്ക് പോയ ഞങ്ങളുടെ ഒരു സഹോദരൻ, അദ്ദേഹം ശനിയാഴ്ച രാത്രിയിൽ തന്റെ ജോലി കഴിഞ്ഞ മക്കളെയും ബന്ധുക്കളെയും ഒക്കെ വീഡിയോ കോൾ ചെയ്ത് വിളിച്ചു. എന്നിട്ട് രാത്രിയിൽ അവൻ താനെ ഉറക്കത്തിലേക്ക് പോയി. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അദ്ദേഹം എഴുന്നേറ്റില്ല, ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണും. തലേ രാത്രിയിൽ, ശനിയാഴ്ച രാത്രിയിൽ മക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിളിച്ച് സന്തോഷം പങ്കുവെച്ചിട്ട് കൊച്ചു വർത്തമാനമൊക്കെ എല്ലാം പറഞ്ഞ് ചിരിച്ച് താൻ റൂമിൽ തന്നോടൊപ്പമുള്ള സഹതൊഴിലാളികളോടൊപ്പം ഉറങ്ങാനായിട്ട് കിടന്നതാണ്. പക്ഷെ അവരൊക്കെ എഴുന്നേറ്റിട്ടും ഞങ്ങളുടെ പ്രിയ സഹോദരൻ എഴുന്നേറ്റില്ല. അടുത്ത ദിവസം സഭായോഗം കഴിഞ്ഞ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം ഞാൻ കേട്ടു. അങ്ങേ തലക്കിൽ നിന്ന് തന്നോടൊപ്പം ഉറങ്ങിക്കിടന്ന ഒരു സഹോദരൻ പറഞ്ഞു, ഞങ്ങളെല്ലാം എഴുന്നേറ്റു പാസ്റ്റേ, പക്ഷെ നിങ്ങളുടെ പ്രിയ സഹോദരൻ എഴുന്നേറ്റില്ല, നിങ്ങളുടെ വിശ്വാസി എഴുന്നേറ്റില്ല. സ്തോത്രം. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, അവൻ എഴുന്നേൽക്കാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടയാള് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിച്ചേരും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ആമേൻ. ആ വേദനയിൽ ഒരുപാട് സങ്കടത്തിന്റെ വാക്കുകൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ഞാൻ ശ്രദ്ധിച്ചു, പല ആളുകളിൽ നിന്നും ശ്രദ്ധിച്ചു. ആമേൻ. തന്റെ മോള് പറഞ്ഞു, പപ്പ ഇനി എഴുന്നേറ്റ് വരത്തില്ലല്ലേ പാസ്റ്ററെ, പപ്പയെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലേ, ആമേൻ, എന്റെ കാര്യങ്ങളൊന്നും പപ്പ ഇനി ചെയ്യത്തില്ലല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, സ്തോത്രം, ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന ഒന്നാണ് ശാരീരികമായ മരണം എന്നുള്ളത്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സ്നേഹിത, സഹോദര, സഹോദരി,
ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളോടുകൂടെ ഞാനും നിങ്ങളും ജീവിക്കുന്നവരാണ്. കർത്താവ് നമുക്ക് ദീർഘായുസ് നൽകി തരട്ടെ, ഒരുപാട് സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകി തരട്ടെ. എന്നാൽ ശാരീരികമാകുന്ന മരണത്തിൽ നിന്ന്, പാപം എന്ന ഈ വലിയ പ്രതിസന്ധി നിമിത്തം നമുക്ക് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മുടെ നിത്യവാസം ഈ ഭൂമിയിലല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, നമുക്കുള്ള നിത്യവാസം സ്വർഗത്തിലാണ്. അവിടത്തേക്ക് പറ്റിയ ശരീരമല്ല ഈ ശരീരം. കാരണം ഈ ശരീരം ഇവിടത്തെ ജീവിതത്തിന് വേണ്ടിയുള്ളതാകയാൽ ഇവിടെ നമ്മൾ ഈ ശരീരത്തെ ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. ഒരു പുതു ശരീരം നാം പ്രാപിക്കേണ്ടതിന് മരണം എന്ന വഴിയിലൂടെ കടന്നുപോയേ പറ്റുകയുള്ളൂ. മരണം എന്ന അവസ്ഥയിലൂടെ ദേഹമെന്ന വസ്ത്രം ഊരിയെറിഞ്ഞേച്ച് തേജസ്സിന്റെ വസ്ത്രം പ്രാപിച്ച് നാം നിത്യരാജ്യത്തിലേക്ക് കയറി പോകേണ്ടതുണ്ട്. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ചിന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. Glory be to God. Hallelujah. മരണത്തിന്റെ രണ്ടാമത്തെ തലം എന്താ? അത് ആത്മീകമായ മരണമാണ്. എന്താ ആത്മീകമായ മരണം എന്ന് പറഞ്ഞാൽ? രണ്ട് കാലിൽ നടക്കുമ്പോഴും, രണ്ട് കൈയടിച്ച് പ്രവർത്തിക്കുമ്പോഴും, അതെ പല കാര്യങ്ങളും ചെയ്യുമ്പോഴും, നന്നായി ഭക്ഷണം കഴിക്കുമ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയ മനുഷ്യർ തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ അനുസരണക്കേടിലും, അനീതിയിലും, ദുർമാർഗത്തിലും, മദ്യത്തിലും, മയക്കുമരുന്നിലും, വിവിധ തിന്മ പ്രവൃത്തികളിലും ആണ്ടുപോയ മനുഷ്യർ. ദൈവത്തെ അവർക്ക് ഭയമില്ല, ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് ഇഷ്ടവുമില്ല. കേവലം ഭൗതികവാദികളായി മാത്രം അവർ ജീവിതം നയിച്ചു പോകുമ്പോൾ വിശുദ്ധ ബൈബിൾ അവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവർ ആത്മാവിൽ മരിച്ചവർ. ജഡത്തെ മാത്രം ചിന്തിച്ചു പോകുന്നവരെ കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. ഇന്ന് രാത്രിയിൽ ഇത്തരത്തിലുള്ള ഒട്ടനവധി ആളുകളുണ്ട്. പേരിൽ ക്രിസ്ത്യാനിയെ, പേരിൽ മാത്രം നാമമാത്രമായി മാത്രം യേശുവിനെ ആരാധിക്കുന്നവരുണ്ടോ? ഈ രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിന്റെ ജീവിതം ദൈവവുമായി ഒരടുത്ത ബന്ധത്തിൽ ഇന്നേ വരെ വന്നിട്ടില്ലേ? പാപം നിന്റെ ഹൃദയങ്ങളിൽ വാഴുകയാണോ? പാപം നിന്റെ മധ്യ ശരീരത്തിൽ വാഴുകയാണോ? ഇന്നും ദൈവത്തിൽ നീ അകന്നു ജീവിക്കുകയാണോ? ഒരുപാട് കാലം ഇങ്ങനെ പോകുവാൻ കഴിയുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ഈ രാത്രി കർത്താവ് നിന്നെ കുറിച്ച് പറയുന്നു, സ്നേഹിത, ആത്മീകമായി മരിച്ച അവസ്ഥയിൽ നീ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ഒട്ടനവധി കാലം നിനക്ക് ഇങ്ങനെ മുൻപിലേക്ക് പോകാൻ കഴിയുകയില്ല. ഒരു ശാരീരിക മരണം നിന്നിൽ വന്നുപെട്ടാൽ ആത്മീകമായ മരണത്തിൽ നീ രക്ഷപ്പെടാതെ തന്നെ ഈ ലോകത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ നിനക്കൊരു മൂന്നാമത്തെ മരണമുണ്ട്. അതാണ് നിത്യ മരണം, നിത്യ ശിക്ഷാവിധി എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിൾ അതിനെ രണ്ടാം മരണം എന്ന മറുപേരിൽ അതിനെ വിളിക്കുന്നു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചിട്ട് പറ, കർത്താവേ, ആത്മീക മരണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ. ആത്മീകമായ മരണത്തിൽ നിന്ന് ആത്മീകമായ ജീവനിലേക്ക് എന്നെ കൊണ്ടുവരണമേ. ആർക്കിന്ന് രാത്രിയിൽ അങ്ങനെ വിളിച്ചപേക്ഷിക്കുവാൻ സാധ്യമായി തീരും? എങ്ങനെ നമുക്ക് ആത്മീകമാകുന്ന ജീവനിൽ വരുവാൻ കഴിയും? ആത്മമരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? സ്നേഹിതരെ, നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഒരു വലിയ മരണം നടന്നിട്ടുണ്ട്. ലോകത്തിൽ ഒരു ഭയങ്കര സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു മരണമല്ല, അത് യേശു ക്രിസ്തുവിന്റെ മരണമാണ്. ലോകത്തിൽ ഒത്തിരി ആളുകൾ വാനോളം പുകഴ്ത്തി പറയുന്ന, അനേകരുടെ ജീവനിലേക്ക് വന്നിട്ടുള്ള ഒരേ ഒരു മരണം, അത് യേശു ക്രിസ്തുവിന്റെ മരണമാണ്. പാലസ്തീന്റെ പച്ചമണ്ണിൽ യേശു ക്രിസ്തു തന്റെ ജീവിതം നയിക്കുകയാ. 33.5 കൊല്ലം അവിടെ നീ പാർത്തലത്തിൽ പാർത്തു. ഒടുവിലത്തെ 3.5 കൊല്ലം തന്റെ ഐഹിക ശുശ്രൂഷയുടെ ഉന്നതമാകുന്ന ശ്രേണിയിലൂടെ താൻ സഞ്ചരിക്കുകയാ. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ രോഗികളെ സൗഖ്യമാക്കി, കുരുട്ട് കണ്ണുകളെ തുറന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതെ, യേശു കർത്താവ് നന്മ മാത്രം ചെയ്തു. അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് തന്റെ അത്ഭുതങ്ങളെ ആരംഭിച്ച നമ്മുടെ മശിഹാ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നില്ല. ഈ ഭൂമിയിലേക്ക് യേശു വന്നത് ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നില്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ഭൂമിയിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന്
നഷ്ടപ്പെട്ട് ആത്മീകമായി മരിച്ചുപോയ, ദൈവ തേജസ് നഷ്ടപ്പെട്ടുപോയ സകല മനുഷ്യരെയും വീണ്ടെടുത്ത് ദൈവ മക്കളാക്കി തീർക്കുവാൻ അത്രേ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. 2026 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുഴലറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ പോലെ മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന സഹോദര, യേശു മരിച്ചത് നിന്റെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള യേശുവിന്റെ വലിയ കരുണ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നീ ഒട്ടനവധി ആളുകൾക്ക് ഉപകാരിയായി തീർന്നിട്ടുണ്ടായിരിക്കാം. നിന്റെ കയ്യിൽ 10 പൈസ ഉണ്ടായിരുന്നപ്പോൾ പലരെയും നീ സഹായിച്ചിട്ടുണ്ടാകാം. പലർക്കും നീ ഉപകാരിയായി തീർന്നു. എന്നാൽ നിന്റെ കാശെല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? നിന്റെ ശരീരത്തിൽ രോഗങ്ങൾ വന്നു ബാധിച്ചു. നിന്റെ ആന്തരിക അവയവങ്ങൾ വല്ലാതെ തകർന്നിരിക്കുകയാണ്. ഇന്ന് നീ ചോദിക്കുന്നില്ലേ, ആരെന്നെ രക്ഷിക്കുമെന്ന്, ആരെന്നെ സഹായിക്കും, ആരെന്നെ സംരക്ഷിക്കും എന്ന് നീ വല്ലാതെ ആശങ്കയോടുകൂടെ നെടുവീർപ്പിടുകയല്ലേ? ബാങ്ക് ബാലൻസ് എല്ലാം തീർന്നുപോയോ? ശരീരം വല്ലാതെ ബലഹീനമായി തീർന്നിരിക്കുന്നു. പാപത്തിന്റെ പാണ്ടക്കെട്ട് നിന്നെ വല്ലാതെ കുനിയിച്ചു കളഞ്ഞു. നീ തന്നെ ചെയ്തു കൂട്ടിയ എന്തുമാത്രം വൃത്തികേടുകൾ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ ഈ രാത്രി ഒരേ ഒരു പരിഹാരം, അത് യേശു ക്രിസ്തുവാണ്. വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമമാണ്. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ഒട്ടനവധി ദൈവമക്കൾ, അവരിൽ പലർക്കും പറയാൻ ഒരു കാര്യമുണ്ട്. ഞാൻ യേശുവിൽ വിശ്വസിച്ചതത്രേ എന്റെ ഭാഗ്യമായി തീർന്നത്. ഞാൻ യേശുവിനെ അറിഞ്ഞതത്രേ, യേശു എന്നെ രക്ഷിച്ചതത്രേ എനിക്ക് സന്തോഷത്തിന് കാരണമായി മാറിയത്. എന്റെ കുടുംബം തകർന്നു പോകേണ്ടതായിരുന്നു. ഞാൻ എന്നെ മരിച്ചു പോകേണ്ടതായിരുന്നു. ഞാൻ നിത്യ നരകത്തിൽ പോകേണ്ടിയതായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടത്രേ എന്റെ പാപത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെട്ടത്, എന്റെ ശാപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്, എന്റെ രോഗത്തിൽ നിന്ന് ഞാൻ കരകയറിയത്. ആർക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയാതിരുന്ന ദുർഘടമാകുന്ന മണ്ഡലങ്ങൾക്കകത്തു നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് യേശുവിന്റെ മരണം നിമിത്തമായിരുന്നു. കരങ്ങൾ അടിച്ചു കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു ജീവിക്കുന്ന ദൈവം, യേശു ഇന്നും ജീവിക്കുന്നു. യേശു പാപികളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നീ ശാപത്തിന്റെ കട്ടിൽ കുടുങ്ങി കിടക്കുകയാണോ? നീ വല്ലാതെ വീർപ്പ് മുട്ടുന്ന ജീവിത സാഹചര്യങ്ങളുടെ പോകുന്നുണ്ടോ? രക്ഷപ്പെടാൻ നിനക്ക് കഴിയുന്നില്ലേ? വല്ലാത്ത ചില പാപങ്ങൾ, ദുർസ്വഭാവങ്ങൾ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുവോ? എന്നാൽ ഈ രാത്രി യേശു നിന്നെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ ചങ്കിലെ ചോര നിനക്ക് വേണ്ടി കൂടിയായിരുന്നു ഒഴുക്കിയത്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ അവൻ ശുദ്ധീകരിക്കുന്നു. ഒന്നുകൂടെ, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുക്കലേക്കല്ലോ ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപ പരിഹാരകൻ യേശു ക്രിസ്തു മാത്രം. യേശു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അവനിലൂടെ അത്രേ ആത്മമരണത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമായി തീരുന്നത്. കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? Come on. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിൽ എത്രയെത്ര ആളുകൾ ഇന്നും യേശുവിൽ വിശ്വസിക്കുന്നു. ലോകത്തിൽ എത്രയെത്ര ആളുകൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സമാധാനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളിലൂടെ കടന്നുപോയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം പ്രാപിക്കുവാൻ കഴിഞ്ഞോ, ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ദൈവപ്രവൃത്തികൾ പ്രാപിക്കുവാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചതിലൂടെ, യേശുവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതിലൂടെ അത്രേ ഞങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുവാൻ കഴിയുന്ന സകല സന്തോഷകരമാകുന്ന അനുഭവങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞത്. പിശാച് ചോരയും നീരും ഊറ്റിക്കുടിച്ച ഒരു ചണ്ടിക്കൂന
പോലെ മാറ്റപ്പെട്ടിരുന്ന എന്റെ കുടുംബത്തെ, എന്റെ മാതാപിതാക്കളുടെ ജീവിതത്തെ, എന്റെ വല്യമ്മച്ചിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ഒരു നാമമുണ്ട്. അത് യേശു ക്രിസ്തു എന്ന നാമമാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി എന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നുവോ അന്ന് ഞങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടായി. ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, അതേ യേശു നിന്നെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മമരണത്തിൽ ഒരുവൻ രക്ഷപ്പെടുമ്പോൾ അതോടുകൂടെ അവന് രക്ഷപ്പെടാൻ കഴിയുന്ന മറ്റൊരു മരണമുണ്ട്. അതാണ് നിത്യ മരണം അഥവാ നിത്യ ശിക്ഷാവിധി. ആത്മമരണത്തിൽ ഒരുവൻ രക്ഷപ്പെടുമ്പോൾ, പാപമെന്ന പ്രശ്നത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുമ്പോ, യേശുവേ ഞാനൊരു പാപിയാണപ്പ, എന്റെ പാപത്തെ അങ്ങ് ക്ഷമിക്കണമേ, അങ്ങയുടെ പൈതലാക്കി എന്നെ തീർക്കണമേ, ഇന്ന് മുതൽ അങ്ങയിൽ ആശ്രയിച്ച് ഒരു ദൈവ പൈതലായി ജീവിക്കാൻ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. മദ്യം എനിക്കിന് വേണ്ടപ്പ, പുകവലി എനിക്കിന് വേണ്ടപ്പ, എനിക്ക് അങ്ങയെ മാത്രം മതി. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു നല്ല പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് നീ ആഗ്രഹിച്ച്, യേശുവേ എന്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാത്രിയിൽ ആമേൻ ഹൃദയത്തെ ഒന്ന് അതേ ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ, ഹൃദയവാതിൽ തുറക്കുമോ, അവരെ രക്ഷിപ്പാൻ യേശു മതിയായവൻ. ഇന്ന് രാത്രിയിൽ അവന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. Glory be to God. Hallelujah, hallelujah, hallelujah. നാം ഈ ലോകത്തിൽ വന്നത് ഒന്നടിച്ചു പൊളിച്ച് ജീവിച്ച് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിയല്ല. ആമേൻ, സ്തോത്രം. ലോകത്തിൽ ദൈവം നമുക്ക് അനുഭവിപ്പാൻ തന്നിരിക്കുന്ന നല്ല ഭോജ്യങ്ങൾ, നല്ല വസ്തുതകൾ അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് നല്ല കാര്യം, സന്തോഷമാണ്. പക്ഷേ ഭൗതികമാകുന്ന കാര്യങ്ങളിൽ മാത്രം നാം ശ്രദ്ധിച്ചു പോകുന്നെങ്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന്. അങ്ങനെയെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മാവിന്റെ വീണ്ടെടുപ്പാണ്. ആത്മമരണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് നാം ഏറ്റവും ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരിക്കൽ ഒരമ്മയും മകനും കൂടെ തൊട്ടടുത്തുള്ള മാർക്കറ്റിലേക്ക് വരികയാണ്. തൊട്ടടുത്തുള്ള കവലയിലെ ഒരു പ്രധാന മാർക്കറ്റിലേക്ക് വരികയാണ്. ചില കുഞ്ഞുങ്ങൾ ഭയങ്കര കുറുമ്പ് കാണിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ. മമ്മിയോട് അടിയോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ പുറകെ ഇറങ്ങും. ഞാനും വരുന്നു മമ്മി, ഞാനും വരുന്നു ഡാഡി എന്ന് പറഞ്ഞിറങ്ങും. അങ്ങനെ ഇതാ ഒരു കുഞ്ഞ് തന്റെ അമ്മയോടൊപ്പം അടുത്തുള്ള കവലയിലേക്ക് പോകുകയാ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുരുത്തക്കേട് കാണിക്കുന്ന ആ മോനോട് പറഞ്ഞു, മോനെ നീ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കുറുമ്പ് കാണിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നിനക്കൊരു ഡിമാൻഡ് തരാം. ആ ഡിമാൻഡ് പാലിക്കുമെങ്കിൽ മാത്രമേ നീ എന്റെ കൂടെ വരാവൂ. എന്താണമ്മേ ആ ഡിമാൻഡ്? അമ്മ പറഞ്ഞു, ഞാൻ ഏറ്റവും ഒടുവിൽ ബേക്കറി കടയിൽ കയറും. ബേക്കറി കടയിൽ കയറുമ്പോ അവിടുന്ന് ഒരേ ഒരു പലഹാരം നിനക്ക് സെലക്ട് ചെയ്യാം. ഒരേ ഒരു പലഹാരം സെലക്ട് ചെയ്യാം. നിനക്ക് ഇഷ്ടമുള്ളത് നീ ഒരെണ്ണം സെലക്ട് ചെയ്യണം, ബാക്കി ഞാൻ മേടിച്ചോളാം. അവൻ സമ്മതിച്ചു. സാധാരണ അവൻ പോയി കഴിഞ്ഞാൽ കാണുന്നതെല്ലാം അവന് വേണം, എല്ലാം അവൻ ഓരോന്നോരോന്നായി പെറുക്കും. എന്നാൽ അന്ന് മമ്മി ഡിമാൻഡ് വെച്ചു, ഒരു സാധനം മാത്രമേ എടുക്കാവൂ, എങ്കിലേ നീ വീട്ടിൽ നിന്നോടൊപ്പം വരാൻ പാടുള്ളൂ. അവൻ സമ്മതിച്ച് അവൻ അമ്മയോടൊപ്പം അവൻ കടയിലേക്ക് പോകുകയാണ്. പല കാര്യങ്ങളും ചെയ്ത ശേഷം മമ്മി ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ വാക്ക് പാലിച്ച് ബേക്കറി കടയിലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് ആ സഹോദരിക്ക് ഒരല്പ സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ ആ കടയിൽ കയറി അവൾ സാധനങ്ങളെല്ലാം പെറുക്കുന്നതിനിടെ ഈ കുഞ്ഞ് ഓടി ജിലേബിയുടെ അടുക്കലേക്ക് ചെന്നു. അതിങ്ങനെ വട്ടത്തിലിരിക്കുന്നതും അതിന്റെ ചുവന്ന നിറമല്ല ഇവനെ വല്ലാതെ ആകർഷിച്ചു. അത് എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ അവന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ഓർമ്മ, കഴിഞ്ഞ ആഴ്ചയിൽ പപ്പ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ജിലേബി, അതുകൊണ്ട് ജിലേബി മാറ്റിപ്പിടിക്കാം. അവൻ ലഡുവിന്റെ അടുക്കലേക്ക് ചെന്നു. ലഡു പല മോഡൽ അവിടെ ഇരിക്കുകയാണ്, പല കളറിൽ ഇരിക്കുകയാണ്, പല വെറൈറ്റി ഇരിക്കുകയാണ്. അവൻ ഓരോന്നിന്റെയും വില ചോദിച്ചു. ഇതെങ്ങനെയാ, ഇത് ഏത് ടേസ്റ്റ് ആയിരിക്കും, ഏതാണ് എന്നൊക്കെ ഇങ്ങനെ കടക്കാരനോട് ചോദിച്ചു നിൽക്കുകയാ. അവൻ അത്ര തൃപ്തി തോന്നാത്തോണ്ട് ക്രീം ബിസ്ക്കറ്റുകളിലേക്ക് അവന്റെ കണ്ണ് പോയി. അവിടെ നിന്ന് പിന്നെയും മാറി ക്രീം കേക്കുകളിലേക്ക് പോയി. ഇങ്ങനെ പല ഭാഗങ്ങളിലേക്കും
കണ്ണിങ്ങനെ ഊടാടി സഞ്ചരിക്കുന്നതിനിടയിൽ മിനിറ്റുകൾ പാഞ്ഞതവൻ അറിഞ്ഞില്ല. പെട്ടെന്നായിരുന്നു ഒരു വലിയ ശബ്ദം കേട്ടത്. എന്താണെന്നറിയാമോ? തൊട്ടടുത്ത് ആ കവലയിൽ നിന്ന് പ്രൈവറ്റ് ബസിന്റെ ഹോൺ മുഴക്കുകയാണ്. ഈ അമ്മയും കുഞ്ഞും ആ വണ്ടിയിൽ കയറി വരേണ്ടതാണെന്ന് ആ ഡ്രൈവറിന് അറിയാം. അവൻ നീട്ടി സൈറൻ അടിക്കുകയാണ്. ഇനി ആരെങ്കിലും കയറാനുണ്ടോ? പെട്ടെന്നായിരുന്നു അമ്മയുടെ ആക്രോശിച്ച ശബ്ദം. ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഒന്നും എടുത്തില്ലേ? ഇനി ഒന്നും എടുക്കണ്ട. വണ്ടിയുടെ സൈറൻ മുഴങ്ങി. ഈ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി സമയം ഈ പൊരിവെയിലത്ത് നിൽക്കേണ്ടി വരും. അവന്റെ തലയും കണ്ണും ബേക്കറി കടയിൽ ഉടക്കി നിൽക്കുമ്പോഴും അമ്മയുടെ ബലിഷ്ഠമായ കരങ്ങൾ അവന്റെ കുഞ്ഞു കൈക്ക് പിടിച്ചുകൊണ്ട് ബലമായി പിടിച്ചുകൊണ്ട് ബസ്സിലേക്ക് കയറി. തല തിരിഞ്ഞിരിക്കുമ്പോഴും കണ്ണുനീരൊഴുകുമ്പോഴും അമ്മ അവനോടൊരു കാര്യം പറഞ്ഞു, മോനെ ഒത്തിരി സമയമുണ്ടായിരുന്നല്ലോ, നിനക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. പക്ഷെ നീ സമയം ഉപയോഗിച്ചില്ല, കൃത്യസമയം നീ സെലക്ട് ചെയ്തില്ല. നീ സങ്കടപ്പെടേണ്ട, ഞാൻ അമ്മയല്ലേ. നിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പലഹാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വീട്ടിൽ പോയി ഞാൻ നിനക്കതെല്ലാം നൽകി തരാം. ആ കൊച്ചു കുഞ്ഞ് സമാധാനത്തോടെ വണ്ടിക്കകത്ത് അമ്മയുടെ വാക്ക് കേട്ട് കയറിപ്പോയെങ്കിലും ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. സൈറൻ മുഴങ്ങാൻ കാലമായി. നമുക്കൊട്ടനവധി കാലം ഈ ലോകത്തിൽ മുൻപിലേക്ക് പോകാൻ കഴിയില്ല. 100, 150, 200 കൊല്ലം ഈ ഭൂമിയിൽ അങ്ങനെ അടിച്ചു പൊളിച്ചു പോകാം എന്നൊന്നും ആരും ചിന്തിക്കണ്ട കേട്ടോ. പൊട്ടുന്നനവേ, ഞാനും നിങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടവരാണ്. സൈറൻ മുഴങ്ങാൻ കാലമായി. ഇന്ന് രാത്രിയിൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമമാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആ നാമത്തെ ഇന്ന് രാത്രി സ്തുതിക്കാൻ തയ്യാറാക്. സൈറൻ മുഴങ്ങുന്നതിന് മുൻപ് നിന്റെ രക്ഷിതാവിനെ നീ കണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഗതികേടിന്റെ അങ്ങേയറ്റം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ കച്ചിത്തുരുമ്പ് കിട്ടിയാലും പിടിച്ചു രക്ഷപ്പെടാമെന്ന് ആശിക്കുന്നത് പോലെ ജയിലറകളിൽ കിടക്കുന്ന ഒത്തിരി ആളുകൾ കണ്ണുനീരോടുകൂടെ യേശുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ച അനുഭവങ്ങൾ പലതും എനിക്ക് വിസ്തരിപ്പാനായിട്ട് കഴിയും. ഞങ്ങളുടെ നാട്ടിലൊരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. സദാശിവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ ഇരുവരുമായി ഒത്തിരി പരസ്യ യോഗങ്ങളിലും പല സന്ദർഭങ്ങളിൽ തിരുവനന്തപുരത്തിലുള്ള ജയിലൊക്കെ പോയി കൗൺസിലിംഗ് നടത്തുകയും ആ നിലയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സദാശിവൻ എന്ന പേരുള്ള എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യനാണ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു കലാപത്തിനിടയിൽ പെട്ടുപോയി. ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു പ്രത്യേക സംഘർഷത്തിനിടയിൽ ആ മനുഷ്യൻ പെട്ടു. ആ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അങ്ങനെ കൊലക്കുറ്റം ഈ മനുഷ്യന്റെ മേൽ വന്നു. നല്ല പോലീസ് ഉദ്യോഗത്തിൽ ഇരിക്കുമ്പോഴ ഇദ്ദേഹം കൊലപാതക കുറ്റത്തിൽ ജയിലടയ്ക്കപ്പെട്ടത്. തനിക്ക് 2 മക്കൾ, ഭാര്യ, യൗവനക്കാരിയായ തന്റെ ഭാര്യയും തന്റെ കൊച്ചു കുഞ്ഞുങ്ങളും എങ്ങനെ ജീവിതം നയിക്കുമെന്നറിയില്ല. അങ്ങനെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് താൻ ജയിലിൽ കിടക്കുകയാണ്. ആമേൻ. താൻ അന്ന് വരെ യേശുവിൽ വിശ്വസിക്കുന്നവനല്ല, വിശ്വസിച്ചിരുന്നയാളല്ല. ക്രിസ്ത്യാനികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ രക്തം ഇരമ്പിക്കയറുന്ന മനുഷ്യർ, അവരെ തല്ലാനും ചീത്ത വിളിക്കാനും മടി കാണിക്കാത്ത ആ മനുഷ്യർ ജയിലിൽ ചെന്നപ്പോൾ ഉറക്കമില്ല. 33 കോടി ദേവീദേവന്മാരെയൊക്കെ സേവിച്ചു പോന്നിരുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ആ ജയിലറയ്ക്കുള്ളിൽ കിടന്ന് കരയാൻ തുടങ്ങി. എനിക്ക് ആരെങ്കിലും ഉറക്കം തരുമോ? ഉറങ്ങാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാ. അങ്ങനെ ഒരിക്കൽ തിരുവനന്തപുരത്ത് 6-ാം ഇടയ്ക്ക് സമീപമുള്ള ഒരു അനുഗ്രഹീത കർത്തൃദാസൻ ആ ജയിൽ സന്ദർശനത്തിന് വേണ്ടി താൻ കടന്നു പോകുകയാ. ജയിൽ പുള്ളികളെ ഉപദേശിക്കുന്നതിന് വേണ്ടി, നേർവീതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ പെർമിഷനോടുകൂടെ അദ്ദേഹം ആ ജയിലിലുള്ളവരേക്ക് ചെല്ലുകയാ. അദ്ദേഹത്തിന്റെ കരത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരുന്ന ഒരു ചെറിയ ലഘുലേഖയുണ്ടായിരുന്നു. അത് ആ മനുഷ്യന്റെ കരത്തിലേക്കൊന്ന് കൊടുത്തു. സദാശിവൻ സാറിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് പണ്ടേ ഈ കൂട്ടരെ ഇഷ്ടമല്ല, ആ തന്ന പേപ്പറും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് കോപത്തോടെ ഞാൻ ആ പേപ്പർ ചുരുട്ടി ജയിലിന്റെ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ പതിവ് പോലെ ഞാൻ അന്നും ഉറങ്ങാൻ കിടന്നു. എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. ഉറങ്ങിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു ചിന്ത വന്നു. സ്തോത്രം. ആ പേപ്പറിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉറങ്ങാനുള്ള എന്തെങ്കിലും പരിഹാരം അതിനകത്ത് കിട്ടുമോ എന്നറിയാം. അദ്ദേഹം ആ പേപ്പർ ചുരുട്ടി എറിഞ്ഞതിനെ നിവർത്തി വെച്ച് വായിക്കാൻ തുടങ്ങി. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു:
യേശു ക്രിസ്തു നിനക്ക് സമാധാനം നൽകുന്നു. യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. അദ്ദേഹം ഒരു ചോദ്യം തന്റെ ഹൃദയത്തിൽ നിന്ന് ചോദിച്ചു, യേശു ക്രിസ്തു എനിക്ക് സമാധാനം തരുമോ? യേശു ക്രിസ്തു എന്നെയും സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ, അങ്ങ് ദൈവമാണെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി ഒരല്പം ഉറക്കം തരണമേ എന്ന് ആ മനുഷ്യൻ കണ്ണുനീരോടെ അറിയാവുന്ന നിലയിൽ കരഞ്ഞു നിലവിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹം തന്റെ അനുഭവം പറയുന്നത്, ഞാൻ കുറെ നേരം കരഞ്ഞു, യേശുദേവനെ എനിക്ക് ഉറക്കം തരണമേ എന്ന് കരഞ്ഞു. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ഉറങ്ങിപ്പോയി. ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉറങ്ങുന്നത്. ആ ഉറക്കം വളരെ ആഴത്തിലുള്ള ഉറക്കമായി മാറി. രാവിലെ ജയിൽ വാർഡൻ വന്ന് എന്നെ വിളിച്ചുണർത്തിയതിനു ശേഷമാണ് ഞാൻ എഴുന്നേറ്റത് എന്ന് സദാശിവൻ സാർ തന്റെ അധരത്തിലൂടെ തന്റെ അനുഭവ സാക്ഷ്യം പറയാറുണ്ട്. അന്ന് തനിക്ക് മനസ്സിലായി, കഴിഞ്ഞൊത്തിരി ദിവസങ്ങളായി ഉറങ്ങാൻ കഴിയാതെ കുറ്റബോധത്തിന്റെയും മനസാക്ഷിയുടെ വല്ലാത്ത പിടിമുറുക്കത്തിന്റെയും ജീവിത തകർച്ചകളുടെയും ആഴങ്ങളിലൂടെ താൻ കടന്നുപോയിക്കൊണ്ടിരുന്നു. തന്നെ രക്ഷിപ്പാൻ താൻ ഇതുവരെ അറിഞ്ഞ ആർക്കും ഒരു ശക്തിക്കും കഴിയാതെ പോയപ്പോൾ മനുഷ്യനെ ശരിക്കും മനസ്സിലാക്കുന്ന അന്തരാത്മാവിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ ആത്യന്തികമാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അത് യേശു ക്രിസ്തുവാണെന്നും താൻ തിരിച്ചറിഞ്ഞിട്ട് അടുത്ത ദിവസം പ്രഭാതം മുട്ടുമടക്കി താൻ യേശുവിനായി തന്റെ ജീവിതത്തെ സമർപ്പിച്ചു. ഒത്തിരി വർഷങ്ങളായി ഇന്നും അദ്ദേഹം ഭക്തിയോടെ ദൈവത്തെ ആരാധിച്ചു പോരുന്നു. ഈ രാത്രി ഞാനൊരു കാര്യം പറയാം, മേരംകുളം ദേശമേ, നിന്റെ ജീവിതം ഇന്നും വല്ലാത്ത ഗതികളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ രാത്രിയിൽ യേശു നിന്നെ സ്നേഹിക്കുന്നു. കർത്താവായ യേശുവിന്റെ അടുക്കിലേക്ക് വരിക. ഈ സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രികൾ സുവിശേഷത്തിന്റെ തെളിനാദം മുഴക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുമ്പോൾ ഇതിനപ്പുറമുള്ള ഒരു ദൂത് ഇന്ന് രാത്രി എനിക്ക് വിളിച്ചു പറയാൻ കഴിയില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഈ രാത്രി യേശുവിന്റെ അടുക്കലേക്ക് വാ. യേശുവിലൂടെയുള്ള സമാധാനം, സന്തോഷം പ്രാപിപ്പാൻ യേശു നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറാകുക. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സഹോദരങ്ങളെ, നമുക്ക് മരണത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിത്യമരണത്തിൽ നിന്ന്, ആത്മീകമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, അത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, ശാരീരികമായുള്ള മരണത്തിലൂടെ യേശുവിൽ വിശ്വസിച്ചാലും നമ്മൾ മരിക്കും. അതിനകത്ത് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു പാസ്റ്റർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ആമേൻ. ഒരു നേതാവിനും രക്ഷപ്പെടാൻ പറ്റില്ല. ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഈ ശാരീരികമാകുന്ന മരണം കർത്താവ് വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഈ ഭൂമിക്ക് അനുയോജ്യമായ ഒരു ശരീരം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഇനിയുള്ള നമ്മുടെ വാസം ഈ ഭൂമിയിലല്ലാത്തത് കൊണ്ട് ഈ ഭൂമിക്ക് അനുയോജ്യമായ ഒരു ശരീരമല്ല നമുക്കിനിയും വേണ്ടത്. വേറൊരു ശരീരം വേണം. അതുകൊണ്ട് ഈ ശരീരമെന്ന കൂട് നമ്മൾ ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. പാപമെന്ന പ്രതിസന്ധിയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അവൻ ശാരീരികമായി മരിച്ചാൽ നിത്യമരണത്തിലേക്ക് അഥവാ നിത്യശിക്ഷാവിധിയിലേക്ക് പോകേണ്ടി വരും എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. മരണാനന്തര ജീവിതത്തെ കുറിച്ച് അഥവാ പുനരുത്ഥാനത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട വിഭജനങ്ങൾ. ഒന്ന് ജീവനായുള്ള പുനരുത്ഥാനം, രണ്ട് ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം. ഒന്ന് ജീവനായുള്ള പുനരുത്ഥാനം, രണ്ടാമത്തേത് ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ് ഞാനത് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാമത്തെ വാക്യം. യോഹന്നാൻ 5:29 തിരുവെഴുത്ത് പറയുന്നു, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. രണ്ട് പുനരുത്ഥാനങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. ഒന്ന് ജീവനായുള്ള പുനരുത്ഥാനം, രണ്ട് ന്യായവിധിക്കായുള്ള പുനരുത്ഥാനം. ജീവനായുള്ള പുനരുത്ഥാനത്തിൽ ആര് പ്രവേശിക്കും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടർ. പാപം എന്ന പ്രശ്നത്തിന് പരിഹാരം വരുത്തിയവർ അഥവാ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർ.
പാപങ്ങളെ ഉപേക്ഷിച്ചവർ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ചവർ, അവർ മരണത്തിൽ നിന്ന് ഒരു ദിവസം എഴുന്നേൽക്കും. അതിന് ജീവനായുള്ള പുനരുത്ഥാനം എന്നാണ് പറയുന്നത്. ജീവനായുള്ള പുനരുത്ഥാനത്തിന് മറ്റു പല പേരുകളും വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അതിൽ ഒരു പേര് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം എന്ന, മരിച്ചവരുടെ ഇടയിലുള്ള പുനരുത്ഥാനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. അവിടെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം, അത് ജീവനായുള്ള പുനരുത്ഥാനത്തിന്റെ മറുപേരാണ്. ലൂക്കോസ് 14:13 നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ നീതിമാന്മാരുടെ പുനരുത്ഥാനം എന്ന് കാണുന്നു. അതും ജീവനായുള്ള പുനരുത്ഥാനത്തിന്റെ മറ്റൊരു തലമാണ് വെളിപ്പെടുത്തുന്നത്. അതിന്റെ മറുപേരായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നു: ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ്, ഒരു നല്ല ഉയർത്തെഴുന്നേൽപ്പ് ദൈവം നമുക്ക് തരുന്നു. അതും ജീവനായുള്ള പുനരുത്ഥാനത്തിന്റെ മറ്റൊരു ഭാഗമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യം അവിടെ ജീവനായുള്ള പുനരുത്ഥാനത്തിന്റെ മറ്റൊരു പേര് ഒന്നാമത്തെ പുനരുത്ഥാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു വരുമ്പോ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ പൈതലായി ജീവിച്ച് ശാരീരികമായി ലോകത്തിൽ നിന്നും മരണപ്പെട്ടു കഴിഞ്ഞാലും അവൻ ജീവനായുള്ള പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റു വരും. സന്തോഷമുണ്ടെങ്കിൽ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ വലിയ പ്രത്യാശയുണ്ട്. അതാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ന്യായവിധിക്കായുള്ള പുനരുത്ഥാനമാണ്. ന്യായവിധിക്കായുള്ള പുനരുത്ഥാനത്തെ രണ്ടാമത്തെ പുനരുത്ഥാനമെന്നും സ്തോത്രം നിത്യ നിന്ദയ്ക്കും നിത്യ ലജ്ജയ്ക്കുമായുള്ള പുനരുത്ഥാനമെന്നും മറുപേരുകളിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. പാപം ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ദിവസം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഒടുക്കത്തെ ന്യായവിധിയിൽ അഥവാ വെള്ളസിംഹാസന കോടതിയുടെ മുൻപാകെ, ദൈവിക സിംഹാസനത്തിന്റെ മുൻപാകെ ന്യായവിധിക്കായി കൈവിടപ്പെട്ടു പോകുന്ന, പാപം ചെയ്ത് ജീവിതം നയിച്ച് മരണപ്പെട്ടു പോയ സകല ആളുകളും എഴുന്നേറ്റു വരും എന്ന് തിരുവെഴുത്ത് അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, ഇത് യാഥാർത്ഥ്യമാണോ? ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്നേ ചില ആളുകൾ ചോദിക്കാറുണ്ട്. പാസ്റ്റർക്ക് എങ്ങനെ അറിയാം? ഉപദേശി, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ കാര്യങ്ങൾ ഇവിടെ ആരും പോയി കണ്ടിട്ടില്ലല്ലോ, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അറിവിതാണ്ട് ഈ തിരുവെഴുത്തിലൂടെയാ. കരമുയർത്തി രാമൻ പറയാമോ? ഞങ്ങളുടെ അറിവ് ഈ പുസ്തകത്തിലൂടെയാ. ഈ പുസ്തകത്തെ കുറിച്ച് ഇത്ര വിശ്വാസം എന്ന് ചോദിച്ചാൽ പിന്നെ അത്രയ്ക്ക് വിശ്വാസമുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അതുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകം. ഇവിടെ നടക്കുന്ന ജനായത്ത ഭരണ സംവിധാനങ്ങൾ അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിലുണ്ടെന്നേ. ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഭയങ്കരമാകുന്ന വാഹനങ്ങളുടെ കുതിച്ചുകയറ്റം, മനുഷ്യന്റെ ബഹിരാകാശത്തേക്കുള്ള സഞ്ചാരം, ശാസ്ത്രത്തിന്റെ അത്യുച്ച കോടിയിലേക്കുള്ള വികാസം, മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിൽ എത്തി നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ഉന്നതമാകുന്ന ശ്രേണി, ഇതെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകം വേദപുസ്തകമാണെന്ന്. മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് ലോകത്തെ പരിചയപ്പെടുത്തിയ ശരിക്കുമുള്ള പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. ശാസ്ത്രം പലപ്പോഴും ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ലേ? പക്ഷെ നോക്കൂ, വേദപുസ്തകം അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ എന്നുള്ള ആ ദൈവിക അരുളപ്പാടുകൾ ഇന്നും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാവി കാലത്തെ കുറിച്ചുള്ള
ദൈവിക അരുളപ്പാടുകൾ വിശുദ്ധ ബൈബിളിലെ ശക്തമായ 2 പ്രവചന ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ദാനിയേൽ പ്രവചനമാണ്, മറ്റൊന്ന് വെളിപ്പാട് പുസ്തകമാണ്. ഈ 2 കാര്യങ്ങളും ഭാവി കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഭാവി കാലത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇന്നലകളിലുള്ളതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാൻ പോകുന്നതുമായ വിധത്തിലാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇന്നലകളിൽ സംഭവിക്കുമെന്ന് പറഞ്ഞത് ഇന്നലകളിൽ സംഭവിച്ചു, ഇന്ന് സംഭവിക്കുമെന്ന് പറയുന്നത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാളെ സംഭവിക്കേണ്ടതും സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറാകെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ബൈബിളിന്റെ ശക്തമായ പ്രമേയം, ശക്തമായ ഭാഗം ഈ പ്രഥമ രാത്രികൾ ഞാൻ വിളിച്ചു പറയുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് ആശങ്കയ്ക്ക് വകയില്ലെന്നേ. കാരണം ഈ പുസ്തകം തെറ്റുപറ്റിയിട്ടില്ല. ഈ പുസ്തകം അനേക നരഭോജികളെ നരസ്നേഹികളാക്കി തീർത്തിട്ടുണ്ട്. അനേകരെ മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിലൂടെയാണ് ഒത്തിരി ആളുകൾ സമാധാനവും സന്തോഷവും പ്രാപിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറ, യേശുവിന്റെ വചനം സത്യമാകയാൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും സത്യം തന്നെയാണ്. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഒരു വലിയ കലം നിറച്ച് അരി തിളച്ചു മറിയുകയാണ്. അരി വെന്തോ എന്നറിയാൻ അതിനകത്തുള്ള മുഴുവൻ അരിയെ എടുത്ത് ഞെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മേനംകുളംകാരേലും അങ്ങനെ മുഴുവൻ അരിയും ഞെക്കി വെന്തോ നോക്കിയിട്ടേ തിന്നുള്ളൂങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്. നല്ല സഹോദരിമാർക്ക് അറിയാം, അതിനകത്ത് ഒരു മണിയെടുത്ത് ഞെക്കി നോക്കിയാൽ അറിയാം അത് പാകമായോ എന്ന്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിലെ ഏതു ഭാഗം താങ്കൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാലും അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശ്വാസീയമാകുന്ന ദൈവാത്മാവിന്റെ ഒരു ഇടപെടൽ കാണും. എന്ന് രാത്രി കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു പറ, ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ള ഭാഗ്യകരമാകുന്ന ജീവന്റെ അവസ്ഥയ്ക്കായി ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള 2-3 തെളിവുകൾ ഞാൻ പറയാം. അത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ. ഒന്ന്, വിശുദ്ധ 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ പ്രകൃതിയെ നോക്കിയിട്ടൊരു തെളിവ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രകൃതിയെ നോക്കിയിട്ടൊരു തെളിവ്. അതെന്താ സംഭവം എന്നറിയാമോ? 35-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ 15:35 വചനം പറയുന്നു, പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. അടുത്ത ഭാഗം, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. കാർഷിക ശാസ്ത്രം അനുസരിച്ച് വിത്തും മുളയും എന്ന ഒരു സിസ്റ്റം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ രേഖപ്പെടുത്തുകയാണ്. ഒരു വിത്ത് നമ്മൾ ഒരു സ്ഥലത്ത് അത് വിതച്ചു കഴിഞ്ഞാൽ ആ വിത്തിൽ നിന്ന് വരുന്ന മുള ആ വിത്ത് പോലെ അല്ല ഇവിടെ മുളച്ചു വരുന്നത്. നിങ്ങൾ നോക്കൂ, ഇതാണ്ട് ഇവിടെ ഒരു തെങ്ങ് നിൽക്കുകയാണ്. ഈ തെങ്ങിന്റെ കോലത്തിലായിരുന്നോ ഇതിനെ ആദ്യം നട്ടത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്ന ഒരു തേങ്ങയായിരുന്നു. ആ തേങ്ങയ്ക്കകത്തു നിന്നാണ് തെങ്ങെന്ന വസ്തുവിനെ നമ്മൾ കണ്ടത്. നോക്കൂ, എന്നാൽ ഈ തെങ്ങ് പോലെ അല്ല തേങ്ങായിരിക്കുന്നത്, ഗോതമ്പ് മണി പോലെ അല്ല കോതമ്പ് ചെടി, നെല്ല് പോലെ അല്ല നെൽ ചെടി എന്ന് പറയുന്നത്. വിത്തിനും ആ വൃക്ഷത്തിനും അഥവാ ആ സസ്യത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. വിത്തിനെ പോലെ അല്ല സസ്യം, എന്നാൽ ആ വിത്തിനകത്ത്
ദൈവം വെച്ചിരിക്കുന്ന ഒരു സസ്യമുണ്ട്. അത് നമ്മൾ കാണുന്നത് പൊട്ടിക്കിളിർത്തതിന് ശേഷമാണ്. എന്നാൽ മരണാനന്തര ജീവിതത്തെ കുറിച്ചും അപ്പോസ്തലൻ തെളിയിക്കുന്ന വിഷയം ഇതാണ്. ഒരു വിത്ത് പോലെ മനുഷ്യ ശരീരത്തെ നമ്മൾ വിതയ്ക്കുന്നു. എന്നാൽ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ ആ നിലയിലല്ല. ദൈവം വേറെ ഒരു ശരീരം, തേജസ്സിന്റെ ശരീരം, പുനരുത്ഥാനത്തിന്റെ ശരീരം പൊട്ടിക്കിളിർത്തു വരുന്നു. വെള്ളത്തിന്റെ ഗന്ധം തട്ടുമ്പോൾ വിത്തിൽ നിന്നും മുള പൊട്ടി പുറപ്പെട്ടു വരുന്നത് പോലെ ഒരു പുനരുത്ഥാന ശരീരം ദൈവം മനുഷ്യർക്ക് നൽകുന്നു. ഇത് ദൈവം വചനത്തിലൂടെ കാർഷിക ശാസ്ത്രം വെച്ച് തെളിയിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു തെളിവ്, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, ധാരാളം ദൈവമക്കൾ ഇവിടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെയും വെറുതെ ഇതിനകത്ത് കയറി വന്നതാണോ? പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെയും ഭയങ്കരമാകുന്ന സാമ്പത്തിക വളർച്ചയുടെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരെയും വെറുതെ യേശുവിൽ വിശ്വസിച്ച് കയറി വന്നവരാണോ? അല്ലേ അല്ല. എനിക്കറിയാം ആരും വെറുതെ കയറി വന്നവരല്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സൗപാസ്റ്റേ നിങ്ങളെ തന്നെ വെറുതെ ഇങ്ങോട്ട് കയറി വന്നാണോ? ഞാൻ പറയും ഇല്ലേ ഇല്ല, ഞാൻ ഈ പുസ്തകം വെറുതെ എടുത്തതൊന്നും അല്ല. നൂറുകണക്കിന് അനുഭവങ്ങൾ, ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങൾ നേർക്കാഴ്ചയായി എനിക്ക് മനസ്സിലാക്കി തന്നിട്ട് ഞാൻ നിന്നെ എന്റെ വേലക്കായി വിളിച്ചിരിക്കുന്നു എന്ന അശരീരിയും ദൈവശബ്ദവും എന്നെ കേൾപ്പിച്ച് നിയോഗിച്ചിട്ടാണ് ഈ പുസ്തകവുമായി ഞാൻ ഇറങ്ങി വന്നത്. അങ്ങനെയെങ്കിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു യേശുവുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങളുടെ യേശു മരിച്ചു മൺമറഞ്ഞു പോയില്ലേ? ഇല്ല കേട്ടോ, യേശു ഉയർത്തെഴുന്നേറ്റു. അവിടെ നിന്നും ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് മരണത്തിന്റെ ശക്തിയെ ജയിച്ച്, പാപത്തിന്റെ ശക്തിയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു വന്ന ഒരുവനാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒന്ന് കൈ കൊടുത്തിട്ട് ചോദിച്ചു നോക്കൂ, യേശു ജീവിക്കുന്നുണ്ടോ എന്ന്. അവർ പറയും ഉണ്ടെന്ന്. ഇന്നലെയും ഞാൻ യേശുപ്പ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോ അവൻ എനിക്ക് മറുപടി തന്നു. അങ്ങനെ എത്രയോ പ്രാവശ്യം ഞാൻ രോഗിയായപ്പോൾ എന്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ യേശുവെ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചപ്പോ അവൻ എന്നെ സൗഖ്യമാക്കി. എന്റെ ഉള്ളിൽ സമാധാനം അവൻ തന്നു, എന്റെ ഉള്ളിൽ സന്തോഷം തന്നു. എത്രയെത്ര പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അവൻ മറുപടി തന്നു. അടുത്തു ചെല്ലാൻ, അഭയം തേടാൻ, അപേക്ഷകൾ സമർപ്പിക്കാൻ ഒരേ ഒരു ഇടം, അത് ജീവിക്കുന്ന സഹായത്തിന്റെ ഇടം, അത് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം മാത്രമാണ്, അവന്റെ സന്നിധാനം മാത്രമാണ്. അവൻ മരിച്ചു മൺമറഞ്ഞു പോയവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ആരാധ്യൻ, അവൻ ഇന്നും ജീവിക്കുന്ന സർവശക്തൻ. അവനൊപ്പം പറയാൻ ഉലകത്തിൽ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ ഈ ലോകത്തിൽ ആരുമില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിച്ചിട്ട് പറ, അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവം. മേടൻകുളത്തവൻ ഇന്ന് രാത്രിയിലും വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ അവൻ ഉലാവുന്നു, അവന്റെ സാന്നിധ്യം ഞങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ കരമടിച്ച് ആത്മാവിൽ അല്പനിമിഷം കർത്താവിനെ ആരാധിക്കാൻ തയ്യാറാകട്ടെ. Glory be to God. Hallelujah. 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 അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവരാ. സ്തോത്രം. പാട്ട് ലീഡ് ചെയ്യുമ്പോ സാം എത്രയോ വട്ടം പറഞ്ഞു, അനുഭവിച്ചറിയുന്ന ദൈവ സാന്നിധ്യത്തിൽ നമുക്കും ദൈവത്തെ ആരാധിച്ചറിയാൻ കഴിയണം. എന്താ കാര്യം എന്നറിയാമോ? ഞങ്ങൾ ഭൗതികമായി നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ തേജസ്സുണ്ട്. ഉയർത്തെഴുന്നേറ്റ പുനരുത്ഥാനത്തിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചൊരു ശക്തി ഉണ്ട് കേട്ടോ. ആ ദൈവിക ചൈതന്യം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇതിനകത്തായിരിക്കുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ ഓരോരുത്തരും? അങ്ങനെയെങ്കിൽ നമുക്ക് ആർക്കും പറയാൻ പറ്റും യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്ന്? യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവം. അതുകൊണ്ട് നമ്മൾ പാടുന്നത് യേശു ജീവിക്കുന്നതിനാൽ, യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും
ജീവിക്കയാൽ. ഒന്ന് കൈയടിച്ചു പാടാമോ? എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം ഇല്ലെനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ പോരത്തര വിഷപ്പല്ലു തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ പോരത്തര വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമൻ യേശുവിൻ മുന്നിൽ മഹത്വത്തില. നിത്യവാസമൻ യേശുവിൻ മുന്നിൽ മഹത്വത്തില. ഇനി വിളിയില്ല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളിൽ നീ ഞാൻ കാത്തിരുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു യേശു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു യേശു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ രാജരാജനായി വാഴുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് നമ്മൾ ഉയർത്തെഴുന്നേക്കുമോ എന്ന് ചോദിച്ചാൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന മറുപടി ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ അവന്റെ വരവിങ്കൽ നാം ഓരോരുത്തരും. ഹല്ലേലൂയ. മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ
നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽക്കണമെങ്കിൽ 2-3 കാര്യങ്ങൾ സംഭവിക്കണം. അത് വേഗത്തിൽ സംഭവിക്കപ്പെടും. 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം, കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വേഗത്തിൽ വരാൻ പോവുകയാണ്. ഈ 3 കാര്യം സംഭവിച്ചേ പറ്റുകയുള്ളൂ. 1, കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കണം. എന്താണ് ഈ കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറഞ്ഞാൽ? കർത്താവിന്റെ കൽപ്പനാ ശബ്ദം. യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നിട്ടൊരു കൽപ്പനാ ശബ്ദം പുറപ്പെടുവിച്ചു. ലാസറെ പുറത്തേക്ക് വരിക, ലാസറസ് കം ഔട്ട്, പുറത്തേക്ക് വരിക. ആ ശബ്ദം കേൾക്കുമ്പോൾ ലാസർ ജീവനുള്ളവനായി പുറത്തേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, അവിടുത്തെ ഗംഭീരനാദം കേൾക്കുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ അവരെവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിന്ന് രൂപാന്തരം പ്രാപിച്ചെഴുന്നേൽക്കും. കരമുയർത്തി പ്രത്യാശയുള്ളവർക്കൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മുൻപ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ, അവരൊക്കെ രൂപാന്തരം പ്രാപിച്ചെഴുന്നേൽക്കുന്ന ആ ശ്രേഷ്ഠകരമാകുന്ന ഈ അനുഭവം എത്ര ആനന്ദമായിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അതൊരു വിജയമാണ്, ഭയങ്കരമാകുന്ന വിജയമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രധാന ദൂതന്റെ ശബ്ദം അടുത്ത് കേൾക്കും. 2-ാമത്തെ ഭാഗം പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുകയാണ്. അതൊരു വിജയത്തിന്റെ ഭേരിയ. ഇത്രയും നാളും മരണം പറഞ്ഞിരുന്നത് തീർത്തു, ഇവന്മാരാരും രക്ഷപ്പെടത്തില്ല, ഞാൻ എല്ലാറ്റിനെയും കീഴടക്കി എന്ന് മരണം ആർത്തട്ടഹസിച്ചു നിന്നെങ്കിൽ പ്രധാന ദൂതൻ വിജയത്തിന്റെ ഭേരി മുഴക്കുകയാണ്. മരണം പരാജയപ്പെട്ടിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു കാഹളം മുഴക്കിയതോടുകൂടി മരിച്ചുപോയ വിശുദ്ധന്മാർ അവർ രൂപാന്തരം പ്രാപിച്ചെഴുന്നേൽക്കാൻ പോകുന്നു. ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും അവൻ അതിനോടനുബന്ധിച്ച് രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മേനംകുളം ദേശമേ, വലിയ ഒരു സംഭവം നടക്കാൻ പോകുന്നു. ഇതാ ഒരു കൂട്ടം ആളുകൾ അപ്രത്യക്ഷമാകാൻ പോകുകയാണ്. യേശു വരാറായി, തന്റെ ജനം ഇവിടെ പോകാറായി. എന്നും ഇവിടെ കൺവെൻഷൻ നടക്കത്തില്ല, എന്നും ഇവിടെ ഭയങ്കരമാകുന്ന ഉണർവ് യോഗങ്ങൾ നടക്കത്തില്ല, എന്നും ഇവിടെ പ്രസംഗിക്കാൻ ആള് കാണത്തില്ല. യേശു വരാറായി. അവന്റെ വരവിങ്കൽ നാം എടുക്കപ്പെടണം. കർത്താവിന്റെ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളധ്വനിയും മുഴങ്ങും. സ്തോത്രം. ആർപ്പോടു കൂടെയുള്ള സ്വരം നാം ആ ദിവസത്തിൽ കേൾക്കും. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്നവരിൽ ആരെങ്കിലും, അല്ല, ഈ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ എടുക്കപ്പെടത്തക്ക വിധത്തിൽ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് കൂപ്പുകൈകളോടെ പറയാ, ഒരു പക്ഷേ കർത്താവിന്റെ വരവ് അടുത്ത ദിവസം സംഭവിച്ചാൽ, അല്ല, നമ്മുടെ വേർപാട് അടുത്ത ദിവസം സംഭവിച്ചാൽ, സ്തോത്രം, നാം നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്, രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാകണം. ആർക്കറിയാം ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണോ എന്നുള്ളത്. ഞാൻ ആരെയും മുൻവിധി പറയുകയല്ല, ആരെയും ശപിക്കുകയല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. എന്നാൽ ആനുകാലിക സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്കങ്ങനെ പറയേണ്ടി വരുന്നു. ആമേൻ. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. നിന്റെ മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവ് തന്റെ ജനത്തെ രൂപാന്തരപ്പെടുത്തി എഴുന്നേൽപ്പിക്കുമ്പോൾ ആ ശരീരത്തിനൊത്തിരി പ്രത്യേകതകൾ ഉണ്ടാകും. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ആ ശരീരം വീണ്ടെടുക്കപ്പെട്ട ശരീരമായിരിക്കും. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ശരീരം. ഒത്തിരി പ്രത്യേകതകൾ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 42 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനതിനെ സംക്ഷിപ്തമായി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഇത് ഇപ്പൊ നമുക്കുള്ളത് മണ്ണുകൊണ്ടുള്ള ശരീരം, അതുകൊണ്ടല്ലേ ഇതിനകത്ത് ദ്രവത്വമുള്ളത്. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഒരു സഹോദരനെ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ, വട്ടപ്പാറ ICU ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ബ്രദറെ എങ്ങനെയുണ്ട്?
അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഫാസ്റ്റേ, എന്റെ കാലിൽ വലിയ വ്രണം ബാധിച്ചിരിക്കുന്നു, ഷുഗർ വന്ന അങ്ങേയറ്റം വല്ലാത്ത ബുദ്ധിമുട്ടില്ല, എനിക്ക് വേദനയൊന്നും അറിയില്ല, ഡോക്ടർമാർ വിരൽ മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നു, അതിനകത്ത് എത്ര പഴുപ്പുണ്ടെന്ന് എനിക്കറിയില്ല, എന്തൊക്കെയാ പ്രശ്നമെന്നറിയത്തില്ല. അതേ സഹോദരങ്ങളെ, ഇത് ദ്രവത്വമുള്ള ശരീരം, ഇത് മണ്ണുകൊണ്ടുള്ള ശരീരമാണ്. എന്നാൽ ഇനി നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് മഹത്വമുള്ള ശരീരം, ഇത് അപമാനമുള്ള ശരീരമാണ്. കോവിഡൊക്കെ വന്നപ്പോ എത്ര നിന്ദ്യമായ നിലയിലാണ് പല അടക്കങ്ങളും നടന്നത്. ഇത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത്, പക്ഷെ തേജസ്സിലാണ് നമ്മൾ ഉയർക്കാൻ പോകുന്നത്. കരമുയർത്തി ഒന്ന് സ്വോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സെമിത്തേരി എങ്ങനെയുള്ളതാ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബൈബിൾ പറയുന്നു, ഇവിടെ നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത്, എന്നാൽ തേജസ്സിൽ നമ്മൾ ഉയർക്കും. പ്രാകൃത ശരീരം വിതയ്ക്കും, ആത്മീക ശരീരം ഉയർക്കും. ദ്രവത്വമുള്ള ശരീരം വിതയ്ക്കും, അദ്രവത്വമായ ശരീരം ഉയർക്കും. മർത്യമായ ശരീരം നമ്മൾ ഇവിടെ അതെ വിതയ്ക്കും, എന്നാൽ അമർത്യമായ ശരീരം ഉയർക്കും. ബലഹീനമായ ശരീരം നമ്മൾ വിതയ്ക്കും, ശക്തിയുള്ള ശരീരം ഉയർക്കും. മാംസളമായ ശരീരം നമ്മൾ വിതയ്ക്കും, പക്ഷെ സ്വർഗീയമാകുന്ന ശരീരം ഉയർക്കും. കരമടിച്ചൊന്ന് സ്വോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് രാത്രി ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോ നമ്മുടെ പ്രത്യാശയൊന്ന് ഉയർന്നു വന്നേ മതിയാകുള്ളൂ. ഇന്ന് രാത്രി ചില വിടുതലുകളുടെ കാര്യമൊക്കെ പറഞ്ഞ് എനിക്ക് മുൻപിലേക്ക് പോകാം. പക്ഷേ ചില നാളുകൾ കഴിയുമ്പോ ആ വിടുതലും നമ്മൾ ഉപേക്ഷിച്ചിട്ട് അടുത്ത മണ്ഡലത്തിലേക്ക് പോയേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകളെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. നാം കർത്താവിൽ വിശ്വസിച്ച് അവന്റെ സന്നിധാനത്തിൽ വന്നില്ലെങ്കിൽ നമുക്കൊരു ന്യായവിധിയുണ്ട് എന്ന് തിരിച്ചറിയണം. ആ ഭാഗം വളരെ വിശദീകരിച്ച് പറയേണ്ടത് ഇന്ന് രാത്രിയിലെ സമയം അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആ വേദഭാഗം മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ന്യായവിധിക്കായി എഴുന്നേറ്റ് വരുന്നവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിന്മേൽ ഒരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവർത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. തീപ്പൊയ്ക എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ ഭീതിജനകമായ അതിവേദനാസകരമായ ഒരു അന്തരീക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിലുള്ള നരക ഭയാനകതയെ കുറിച്ച് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, സ്നേഹിത, സുവിശേഷ പ്രഘോഷണം കളിയല്ല, തമാശയല്ല. സെൽവദാസനോ അവിടെയുള്ള സാധാരണക്കാരായ ദൈവമക്കൾക്കോ ഒത്തിരി കാശും സംവിധാനങ്ങളും ഉണ്ടായതുകൊണ്ട് ഇങ്ങനൊരു യോഗം നടത്തുന്നു എന്ന് ചിന്തിക്കരുതേ. ദൈവം അവർക്കൊരുക്കിയ ചില മുഖാന്തരങ്ങളിലൂടെ അവർ ദൈവം മുൻപാകെ സമർപ്പിച്ച് ഇങ്ങനെ ഒരു സുവിശേഷ യോഗം നടത്തുമ്പോ ഇന്ന് രാത്രി നിങ്ങൾ അറിയണം, ഞങ്ങളുടെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേതോവികാരം, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ചിലർ കൂടെ നിത്യരാജ്യത്തിൽ എത്തിച്ചേരണം. നിങ്ങൾ ഓരോരുത്തരും കർത്താവിൽ അറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും അവിടുത്തെ ആരാധിക്കണം എന്നുള്ളതാ. ജീവപുസ്തകത്തിൽ ദൈവികമാകുന്ന രജിസ്റ്ററിൽ നിങ്ങളുടെ പേരും ഉണ്ടാകട്ടെ. കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ഒത്തിരി ഇനിയും വിശദീകരിച്ച് മുൻപിലേക്ക് പോകുന്നില്ല. സ്തോത്രം. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാ. ഭയങ്കരമാകുന്ന ഒരു ന്യായവിധി വരുവാനായിട്ട് പോകുന്നു. ഇന്നത് സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് ദൈവം ദീർഘക്ഷമ ചിലരോട് കാണിക്കുന്നത് കൊണ്ടാ. അത് ദൈവത്തിന്റെ കരുണ നിമിത്തമാണ്. ദൈവം എല്ലാക്കാലത്തും കോപിക്കാത്തത് കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. ചിലർ നമ്മുടെ നാടിനു വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ന്യായവിധി വെളിപ്പെട്ടു വരാത്തത്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഒത്തിരി നാളുകൾ ദൈവജനത്തിന് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ആമേൻ. ഇതേ യേശുവിന്റെ മധ്യസ്ഥത നമുക്ക് എല്ലായ്പ്പോഴും അനുഭവിച്ചറിയാൻ കഴിയുകയില്ല. വേഗത്തിൽ അവൻ വരും, തന്റെ സഭയെ അവൻ എടുക്കും. അതിനുശേഷം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക്, എതിർ ക്രിസ്തുവിന്റെ ക്രൂരമാകുന്ന ഭരണത്തിലേക്ക് ലോകം വഴുതി വീഴുവാൻ ഇടയായിത്തീരും. അക്കൂട്ടത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. ദൈവികമാകുന്ന കോടതിയുടെ മുൻപാകെ
ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം തിരിച്ചറിയണം. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ അവന്റെ വിശുദ്ധന്മാർക്ക് അവൻ പ്രതിഫലം വിഭജിച്ചു കൊടുക്കുമ്പോൾ അവന്റെ വെള്ള സിംഹാസനത്തിന് മുൻപാകെ കൈവിടപ്പെട്ടു പോകുന്ന സകല ആളുകളും ന്യായവിധിക്കായി നിൽക്കേണ്ടി വരും. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ എവിടെയാണ് നിന്റെ നിത്യത ചെലവഴിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് തീരുമാനിക്കാമോ? എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. കഴിഞ്ഞ ഏകദേശം സ്തോത്രം 1.25 മണിക്കൂറിലധികം സമയം ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടാകാം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പറഞ്ഞത് എന്നെ കുറിച്ചല്ല, തിരുവെഴുത്തിന്റെ വ്യക്തമായ സുവിശേഷത്തിന്റെ തനിമയായിട്ടുള്ള വെളിപ്പെടുത്തൽ ഇന്ന് രാത്രി ഇവിടെ നടത്തിയിട്ടുണ്ട്. സ്തോത്രം. ആർക്കും കേട്ടില്ല എന്ന് പറയാൻ കഴിയുകയില്ലല്ലോ. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ച് യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് ആത്മീകമായ മരണത്തിൽ നിന്ന് നിത്യശിക്ഷാവിൽ നിന്ന് രക്ഷപ്പെടണമപ്പ, അതിന് അങ്ങയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞാൻ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു. എനിക്ക് സമാധാനം വേണം, എനിക്ക് നിത്യജീവൻ വേണം. ആരിന്ന് രാത്രി തങ്ങളുടെ ജീവിതത്തെ ദൈവമുൻപാകെ ഒന്ന് സമർപ്പിച്ച് അതിനായിട്ട് ആഗ്രഹിക്കുന്നു? ആരിന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ദൈവദാസന്മാരെ, എന്റെ വീട് വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുകയാ, എന്റെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാ, ആർക്കും എന്നെ രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല. ആമേൻ. മരണഭീതി എന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് രക്ഷപ്പെടണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാ. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും അതാതിടങ്ങളും എഴുന്നേറ്റാട്ടെ. കൃത്യമായൊരു സമയക്രമം ഈ ആരാധനയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. അധികം താമസിപ്പിക്കത്തില്ല. ഞങ്ങൾ എല്ലാവരും അതാത് സ്ഥാനങ്ങളും എഴുന്നേറ്റാട്ടെ. നമ്മളിപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുകയാ. ഹല്ലേലൂയ. ഈ രാത്രി വിശേഷതയേറിയ ദൈവത്തിന്റെ കരുണ ഈ സ്ഥലത്ത് വെളിപ്പെട്ട് വരികയാ. നമ്മളുടെ പ്രത്യാശയുടെ ഗാനമൊക്കെ പാടി കർത്താവിനെ ആരാധിക്കാനായിട്ട് പോകുകയാ. കർത്തദാസന്മാർ ആമേൻ അതിന് ഉള്ള നേതൃത്വം വഹിക്കും. എന്നാൽ അതിനു മുൻപ് ഒരു വാക്ക് ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ. സ്തോത്രം. നിങ്ങൾക്ക് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലയോ? ഇന്ന് യേശുവിൽ വിശ്വസിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ? അതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഒരുക്കമുള്ളവരാണ്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മുൻഭാഗങ്ങളിലേക്ക് വരാനോ നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കുവാനോ അനുവാദമുണ്ട്. അല്ല, നിങ്ങൾ രോഗികളാണോ? നിങ്ങളുടെ രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരാണ്. നിങ്ങളൊരു പ്രാർത്ഥന ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മുൻപിലേക്ക് വരാം. ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരല്പം കൂടി മുൻപിലേക്ക് കയറി വന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് രാത്രിയിൽ തന്റെ ശക്തിയാൽ നിറയ്ക്കുവാൻ ഇടയായി തീരട്ടെ. പ്ലീസ് ഓടിച്ചുകൊണ്ടുകൂടെ ഒന്ന് മുൻപിലേക്ക് നിൽക്കാമോ? പുറകിലേക്ക് ഒത്തിരി സഹോദരങ്ങൾ നിൽപ്പുണ്ടെന്നല്ലോ. ഈ മുൻഭാഗത്തേക്ക് ഒന്ന് വന്നാട്ടെ. മനോഹരമാകുന്ന മേറ്റെല്ലാവരും നിങ്ങളുടെ കസേരകളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോകാം. ഒന്ന് വന്നാട്ടെ പ്ലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടെ നിന്നാട്ടെ. ഞാൻ ഏറ്റവും പ്രധാനമായി പുറകിൽ നിൽക്കുന്നവരെയാണ് ഉദ്ദേശിച്ചത്. കുറച്ചുകൂടി ഒന്ന് മുൻപിലേക്ക് വന്നാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും. നിങ്ങളുടെ അവസരത്തിനായി, നിങ്ങളുടെ താല്പര്യത്തിനായി വിടുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളൊരു പാട്ടിന്റെ 1-2 ചരണങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കും. ആ സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യുദ്ധങ്ങളും ശാലവും
സത്യവാനിൽ വെളിപ്പെടുവാൻ യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ സത്യവാനിൽ വെളിപ്പെടുവാൻ കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ കാലം അസന്നമായി പ്രിയരേ ഒരുങ്ങാം വിശുദ്ധിയോടെ തന്റെ കാമയാകും വിശുദ്ധ സഭ